അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പൽ വാൻഹായ് 503യിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. തീയുടെ ശക്തി കുറഞ്ഞെങ്കിലും പൂർണ്ണമായും തീ അണയ്ക്കാനായിട്ടില്ല. ദൗത്യത്തിന് നാവികസേനയും തീരരക്ഷാസേനയും സംയുക്തമായി ശ്രമം തുടരുകയാണ്. അഴീക്കലിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ തീപിടിച്ച MV വാൻഹായ് 503 കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. തീയുടെ ശക്തി കുറഞ്ഞെങ്കിലും പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീരരക്ഷാസേനയുടെ 7 കപ്പലുകളാണ് രക്ഷാപ്രവർത്തനത്തിനുള്ളത്. കപ്പലുകളിൽ നിന്ന് വെള്ളവും ഫോമും ശക്തിയായി പമ്പ് ചെയ്താണ് തീ അണയ്ക്കാൻ ശ്രമം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡോർണിയർ വിമാനങ്ങൾ കപ്പലിന് മുകളിലൂടെ പറന്ന് തീ അണയ്ക്കുന്നതിനുള്ള കെമിക്കൽ ഡ്രൈ പൗഡർ വിതറിയിരുന്നു. കപ്പലിലെ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുമെന്ന സാഹചര്യം കണക്കിലെടുത്ത് കപ്പലിനെ വലിച്ച് നടുകടലിലേക്ക് നീക്കിയേക്കും. ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ കപ്പൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ശ്രമം. നാവികസേന, തീരരക്ഷാസേന എന്നീ വിഭാഗങ്ങൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണയേകുന്നുണ്ട്. 22 128 മെട്രിക് ടൺ ഇന്ധനവും അപകടകരമായ ചരക്കുകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് കണ്ടെയ്നറുകളും കപ്പലിൽ കയറ്റിയിരിക്കുന്നതിനാൽ ഇത് കടൽ പരിസ്ഥിതിക്കും സമീപത്തുള്ള കപ്പൽ വഴികൾക്കും അപകടകരമാണെന്ന് വിദഗ്ധർ പറയുന്നു. കപ്പലിന്റെ ഉടമകളുടെ പേരിൽ നിയമിച്ച സാൽവേജിംഗ് വിദഗ്ധ സംഘം കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കപ്പലിലെ തീപിടുത്തം പൂർണ്ണമായി നിയന്ത്രിക്കുകയും കപ്പലിനെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യമാക്കുന്നതെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.